ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആണ് ലോ കാർബ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക എന്നുള്ളത്. അപ്പം കാർബോഹൈഡ്രേറ്റ് ശരിക്കും നമുക്ക് വില്ലൻ ആണോ? അത് എന്തെങ്കിലും നമുക്ക് അങ്ങനെ എഫക്ട് ചെയ്യും ബോഡിയിൽ? നെഗറ്റീവായിട്ട് അതെ, ഒരിക്കലും ഇല്ല. നമുക്ക് ബോഡിയിൽ വലിയ തോതിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസ് നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ് കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ ബ്രെയിൻ അടക്കം കാർബോഹൈഡ്രേറ്റിനെയാണ് എനർജി സോഴ്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അതിന് ഒഴിവാക്കൽ ഒരിക്കലും ഒരു ഹെൽത്തി ഓപ്ഷൻ അല്ല. ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ നമ്മൾ ഗുഡ് കാർബോഹൈഡ്രേറ്റ് ചൂസ് ചെയ്യണം. അതിനെ നമ്മൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയും. കാർബോഹൈഡ്രേറ്റ് പ്ലസ് ഡയറ്ററി ഫൈബർ ഉള്ള സോഴ്സ്. നാച്ചുറലി അങ്ങനെയുള്ള സോഴ്സസ് ആണ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ പൾസസ്, പയറുവർഗ്ഗങ്ങൾ എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ചൂസ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്ഡ് ഫുഡിൽ കാണുന്ന സോഡാസ് ഒക്കെ കാണുന്ന കാർബോഹൈഡ്രേറ്റ് ചൂസ് ചെയ്യരുത്. ഹെൽത്തി ചൂസിങ്ങിലാണ് കാര്യം. അല്ലാണ്ട് കാർബോഹൈഡ്രേറ്റ് ഒരിക്കലും ഒഴിവാക്കേണ്ട ഒരു ഘടകമല്ല. അപ്പോൾ ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യും.